ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊസസ്സർ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊസസ്സറാണ് പഠിച്ചത്. ഒരു സിംഗിൾ ബസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. അപ്പോൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഈസ് ആൻ ആർക്കിടെക്ചറൽ അപ്രോച്ച് ഇൻ എ കമ്പ്യൂട്ടർ ഡിസൈൻ വെർ മോർ ദാൻ വൺ ബിറ്റ്സ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദി ഡാറ്റ, ഇൻസ്ട്രക്ഷൻ ആൻഡ് അഡ്രസ് വിത്തിൻ ദി പ്രൊസസ്സർ ആൻഡ് ബിറ്റ്വീൻ ദി പ്രൊസസ്സർ ആൻഡ് മെമ്മറി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബസ്സസ് യൂസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റും, അതാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ദിസ് അപ്രോച്ച് ഹെൽപ്പ് ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി ഡാറ്റ മൂവ്മെൻറ്റ് ബൈ അലോയിങ് സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ ബൈ റെഡ്യൂസിങ് ദി ബോട്ടിൽ നെക്ക് ഓഫ് കോമൺ സിംഗിൾ ബസ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിംഗിൾ ബസ് സിസ്റ്റത്തിൽ നമുക്ക് ഒരൊറ്റ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം നമുക്ക് ഒരൊറ്റ ഡാറ്റയെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതായിരുന്നു സിംഗിൾ ബസ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമ്മൾ അറ്റ് എ ടൈം റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്കിതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഒന്നിലധികം ബസ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ വരയ്ക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറാണ്, ഞാനൊന്ന് സൂം ചെയ്ത് തരാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ പാർട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബസ് എ, ബസ് ബി ആൻഡ് ബസ് സി, 3 ബസ്സസ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരു പ്രോഗ്രാം കൗണ്ടറും ഒരു ഇൻക്രിമെൻറ്ററും ഉണ്ട്, രജിസ്റ്റർ ഫയൽസ് ഉണ്ട്, മക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു മക്സ് ഉണ്ട്. അതിൽ ഒരു ഇൻപുട്ട് കോൺസ്റ്റൻറ്റ് 4 പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഡാറ്റ രജിസ്റ്ററും മെമ്മറി അഡ്രസ് രജിസ്റ്ററും ഉണ്ട്. അപ്പോൾ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ പോലെ തന്നെ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷന് അതിലെ കോമൺ പാർട്സുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബസ്സിന് പകരം 3 ബസ്സസ് ഉണ്ട്. അത് ബസ് എ, ബസ് ബി, ബസ് സി അങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? യെസ്. നിങ്ങൾക്കിത് മനസ്സിലാവും. ബസ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആരോ ഹെഡ് എന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നോക്കാം. ദിസ് ഡയഗ്രാം ഷോസ് എ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊസസ്സർ which uses 3 internal buses to improve the instruction execution speed and allow more parallel operation compared to single bus architecture. അതിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട് നമുക്ക് നോക്കാം. 3 ബസ്സസ് ആണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്തിരിക്കുന്നത്. ബസ് എ, ബസ് ബി ആൻഡ് ബസ് സി. സോ ബസ് എ ആൻഡ് ബസ് ബി എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഇൻപുട്ട് ടു ദി ALU. ഇറ്റ് പ്രൊവൈഡ് ഇൻപുട്ട് ടു ദി ALU via the multiplexers. They allow 2 operands to be sourced simultaneously from the register file or PC. അപ്പോൾ ഈ 2 ബസ്സസിനെ കുറിച്ചാണ്. ഈ ബസ്സസിലേക്കായിരിക്കും മേ ബി നമ്മൾ ആദ്യത്തെ 2 ഇൻപുട്ടുകൾ കൊടുക്കുന്നത്. ബസ് സി എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് ദി ഔട്ട്പുട്ട് ഓഫ് ALU. അപ്പോൾ ALUയിലേക്കുള്ള ഇൻപുട്ടുകളാണ് നമ്മൾ എയും ബിയും വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ടാണ് സാധാരണ നമ്മൾ സി വഴി എടുക്കുന്നത്, അല്ലേ? സോ this carries the output of ALU back to the destination register. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ, ബി, സി എന്നുള്ള 3 ബസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? യെസ്. പിന്നെ അപ്പോൾ എയും ബിയും നമ്മൾ നോർമലി ഇൻപുട്ടുകളായിട്ടും സി എന്നുള്ളത് ഔട്ട്പുട്ടായിട്ടുമാണ് എടുക്കുന്നത്. യെസ്. ഇനി വരുന്നത് രജിസ്റ്റർ ഫയൽസ് ആണ്. സോ രജിസ്റ്റേഴ്സ്, ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്? ഇറ്റ് സ്റ്റോർ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇറ്റ് ക്യാൻ ഔട്ട്പുട്ട് 2 വാല്യൂസ് അറ്റ് വൺസ്, 1 ഓൺ ടു ബസ് എ ആൻഡ് 1 ഓൺ ടു ബസ് ബി. ദിസ് സപ്പോർട്ട് ഡുവൽ റീഡ് ഓപ്പറേഷൻ ഇൻ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ. ഇറ്റ് ക്യാൻ റിസീവ് ഡാറ്റ ഫ്രം സി ഫോർ റൈറ്റ് ബാക്ക്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ ഫയലുകൾ നിങ്ങൾക്ക് കാണാം. ഈ രജിസ്റ്റർ ഫയൽ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഇതാണ് രജിസ്റ്റർ ഫയൽ. ഇപ്പോൾ രജിസ്റ്റർ ഫയലിൻ്റെ ആരോ ഹെഡ് എങ്ങനെയാണ്? ഇത് സിയിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കും. ഇത് ഈ സിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയെ നമ്മൾ എയിലേക്കും ബിയിലേക്കും സെപ്പറേറ്റ് ചെയ്യും.
അല്ലേ? ഇതാണ് ഇതിൻ്റെ രജിസ്റ്റർ ഫയൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. യെസ്. ഇനി പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻക്രിമെൻ്റർ ഉണ്ട്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ പ്ലസ് ഇൻക്രിമെൻ്റർ എന്ന് പറഞ്ഞാൽ PC ക്യാൻ ബി പ്ലേസ് എ വാല്യൂസ് ഓൺ ബസ് A ഓർ ബസ് B. എയിലേക്കും ബിയിലേക്കും നമുക്ക് വാല്യൂസ് പ്ലേസ് ചെയ്യാം. ആൻഡ് ഇൻക്രിമെൻ്റർ അലോ PC ടു ബി അപ്ഡേറ്റഡ്. അപ്പോൾ ഓരോ തവണ ഈ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഇൻക്രിമെൻ്റർ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ദ ഇൻക്രിമെൻറ്റഡ് PC വാല്യൂ ഈസ് ഫെഡ് ബാക്ക് വയ ബസ് C, അല്ലേ? ഇത് ഇൻക്രിമെൻ്റ് ചെയ്തത് നമ്മൾ ബസ് വഴിയാണ് ഫെഡ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രോഗ്രാം കൗണ്ടറിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ എന്തുണ്ടാവും? ഇൻക്രിമെൻ്റർ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി എനിക്ക് വരുന്നത് ALU ആൻഡ് MUX ആണ്. എല്ലാവരും കണ്ടോ? ഇതാണ്, ഈ പാർട്ടാണ് ALU ആൻഡ് MUX. ALU ആൻഡ് MUX നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കാര്യം. എങ്ങനെയാണ് ALUയിലേക്ക് ഇൻപുട്ട് വരുന്നത്, ഇതിൽ MUXൻ്റെ ഫങ്ഷണാലിറ്റി എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സോ ALU റിസീവ് 2 ഓപ്പറൻസ് A ആൻഡ് B. എയും ബിയും ആണ് ALUയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? ഇറ്റ് പെർഫോം അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ. ഡിഫറൻ്റ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ എല്ലാ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷനും ലോജിക്കൽ ഓപ്പറേഷനും നമുക്ക് ഈ ALU വഴി പെർഫോം ചെയ്യാം, അല്ലേ? സോ എ MUX ബിഫോർ ALU ഇൻപുട്ട് A അലോസ് ചൂസിങ് ബിറ്റ്വീൻ ബസ് A ഓർ എ കോൺസ്റ്റൻറ്റ്. നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആണ് നമ്മളൊരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആ കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ 4 എന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലേ? യെസ്. ഇതാണ് ALU ആൻഡ് MUXനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് വരുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് IR. ഈ IR എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സാണ്. ആഫ്റ്റർ ഫെച്ചിങ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ഇറ്റ് ഈസ് ലോഡഡ് ഇൻ ടു IR വയ ബസ് C. അപ്പോൾ നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷനിലും ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് എന്തുണ്ട്? ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും അതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡറും വരുന്നുണ്ട്. ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഇൻ്റർപ്രറ്റ്സ് ദി ഓപ്പ് കോഡ് ആൻഡ് ഇഷ്യൂസ് ദി കൺട്രോൾ സിഗ്നൽ ഫോർ എക്സിക്യൂഷൻ. അപ്പോൾ ഫെച്ചിങ്ങിന് ശേഷം നമ്മൾ നേരെ ഡീകോഡിങ് സ്റ്റേജിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിലും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെമ്മറി ഇൻ്റർഫേസസിനെ കുറിച്ചാണ്. അതിൽ 2 മെമ്മറി ഇൻ്റർഫേസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മെമ്മറി അഡ്രസ് രജിസ്റ്ററും ഒന്ന് മെമ്മറി ഡാറ്റ രജിസ്റ്ററും. ഇത് ഓൾറെഡി നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷന് കൂടെ പറഞ്ഞതാണ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹോൾഡ് ദി മെമ്മറി അഡ്രസ് ഫോർ റീഡ് ഓർ റൈറ്റ്. മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കണക്ട് ടു ബസ് C. ബസ് സിയിലേക്കാണ് നമ്മൾ MAR കണക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടോ? മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഇൻപുട്ട് വരുന്നത് ബസ് സിയിൽ നിന്നാണ്, അല്ലേ? യെസ്. ഔട്ട്പുട്ട് ടു ദി അഡ്രസ് ലൈൻസ്. ഇതിന് അഡ്രസ് ലൈനിലേക്കാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. ഇതാണ് MAR. പിന്നെ മെമ്മറി ഡാറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ MDR ആണ് അടുത്ത മെമ്മറി ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബ്രീഫായിട്ട് സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പറഞ്ഞതാണ് കേട്ടോ. യെസ്. ഇറ്റ് ഹോൾഡ് ദി ഡാറ്റ ഓർ ഫ്രം ദി മെമ്മറി. അപ്പോൾ അഡ്രസ്സായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഡാറ്റയായിട്ട് റിലേറ്റഡ് ആണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ഇറ്റ് റിസീവ്സ് ഫ്രം ഓർ സെൻഡ് ടു മെമ്മറി ഡാറ്റ ലൈൻസ്, അല്ലേ? അത് ഡാറ്റയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്ററാണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ഇറ്റ് കണക്ട് ടു ബസ് C ടു ഗെറ്റ് ഓർ സെൻഡ് ഡാറ്റ ഫ്രം ഓർ ടു ALU ഓർ രജിസ്റ്റർ ഫയൽ. നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ആരോ ഹെഡ്? അപ്പോൾ MDRൻ്റെ ഇൻപുട്ട് C ബസ്സിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത് Aയിലേക്കും Bയിലേക്കുമാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഇതിൻ്റെ മെമ്മറി ഇൻ്റർഫേസസ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് വരുന്നത് മെമ്മറി ബസ്സസ് ആണ്. മെയിനായിട്ട് 2 മെമ്മറി ബസ്സസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് മെമ്മറി ഡാറ്റ ലൈനും ഒന്ന് അഡ്രസ് ലൈനും. എല്ലാവർക്കും ഡാറ്റ ലൈനും അഡ്രസ് ലൈനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡാറ്റ ലൈൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ടു ഓർ ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഫ്രം MDR. അഡ്രസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സെൻഡിങ് അഡ്രസ്സസ് ഫ്രം മെമ്മറി അഡ്രസ് രജിസ്റ്റർ ടു മെമ്മറി. ഇതിനാണ് അഡ്രസ് ലൈൻസ്. അപ്പോൾ എന്തൊക്കെ പാർട്സുകളാണ് ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഉള്ളത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് 3 ബസ്സസ് വരും, ABC. സാധാരണ Aയും Bയും ഇൻപുട്ടായിട്ടും C ഔട്ട്പുട്ടായിട്ടുമാണ് ആക്ട് ചെയ്യുക. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ ഫയൽസ് വരും, അതും ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തോ. പിന്നെ ഒരു പ്രോഗ്രാം കൗണ്ടറിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ടൊരു ഇൻക്രിമെൻറ്ററും വരും. പിന്നെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും MUXും. ALUവിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് MUXിൽ നിന്നുള്ള ഔട്ട്പുട്ടും ഒന്ന് Bയിൽ നിന്നുള്ള ഇൻപുട്ടുമാണ്. യെസ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ്.
അത് നമ്മൾ ഫെച്ചിങ് സ്റ്റേജ് കഴിഞ്ഞ് ഡീകോഡിങ് സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്. പിന്നെ നമ്മൾ 2 മെമ്മറി ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി ഡാറ്റ രജിസ്റ്ററും മെമ്മറി അഡ്രസ് രജിസ്റ്ററും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി ബസ്സസ്, ഡാറ്റ ലൈൻസും അഡ്രസ് ലൈൻസുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജനറലി ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രീഫ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ ചെയ്യാനുള്ളത് ആഡ് R5, R6, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. ആഡ് R4, R5, R6. അതായത് R4ഉം R5ഉം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? R6ലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതാണ് നോർമലി നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. ഇവിടെ നമുക്ക് കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്കിവിടെ PC ഔട്ട് എടുക്കണം, പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഔട്ട് എടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് R=B എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇന്ന് റീഡ് ഇൻക്രിമെൻറ്റ് PC. ഇതാണ് ആദ്യം ചെയ്യാനുള്ള പ്രോസസ്സ്. ഫെച്ചിങ് സ്റ്റേജാണ്. ആദ്യം നമുക്ക് PC ഔട്ട് എടുക്കണം. പ്ലേസ് ദി കറണ്ട് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഓൺ ടു ദി ബസ്. നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പ്രോഗ്രാം കൗണ്ടർ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? എടുക്കണം അല്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. PC ഔട്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ നമുക്ക് R=B ചെയ്യണം. R=B എന്ന് പറഞ്ഞാൽ ലോഡ് ഇറ്റ് ടു ദ രജിസ്റ്റർ B ഓഫ് ALU. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ B രജിസ്റ്റർ ഉണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം, ALUയിലേക്ക് ലോഡ് ചെയ്യണം. ഇതാണ് B അല്ലേ? യെസ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് റീഡ് ഓപ്പറേഷന് മുന്നേയായിട്ട് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇന്നാണ്, MAR ഇന്ന്. അതായത് നമുക്ക് അഡ്രസ്സ് ആദ്യം സെലക്ട് ചെയ്യണം. R4, R5, R6 അല്ലേ? ടു സ്റ്റോർ ഇൻ ദി മെമ്മറി അഡ്രസ് രജിസ്റ്റർ. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സ് നമുക്ക് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമുക്ക് റീഡ് ചെയ്യണം. റീഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റ് ദി മെമ്മറി റീഡ് സൈക്കിൾ. റീഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് റീഡ് ഓപ്പറേഷൻ. അതിനുശേഷം നമുക്ക് ഇൻക്രിമെൻറ്റ് PC. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രീഫ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. PC ഔട്ട് എടുത്തു, B രജിസ്റ്ററിലെ കണ്ടൻറ്റ് ALUയിലേക്ക് സ്റ്റോർ ചെയ്തു, പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൻ്റെ ഇന്നു കൊടുത്തു, റീഡ് ചെയ്തു, പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു പോകുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു വെയിറ്റ് സൈക്കിൾ പെർഫോം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനീഷ്യൽ ഫെച്ചിങ്ങിന് ശേഷം ഞാനൊരു വെയിറ്റ് സൈക്കിൾ പെർഫോം ചെയ്യുകയാണ്. അതാണ് ഈ WMMC എന്ന് പറയുന്നത്. വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആണ്. ആ ഒരു മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സ്റ്റെപ്പ് 2 അല്ലേ? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇതാണ്. MDR ഔട്ട്, R=B ആൻഡ് IR ഇന്ന്. ഇത്രയും സ്റ്റേജാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ MDR ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ട്രാൻസ്ഫർ ദി ഇൻസ്ട്രക്ഷൻ വേർഡ് ഫ്രം MDR ടു B ബസ്. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് B ബസ്സിലേക്കാണ് നമ്മൾ ഇനീഷ്യലി ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഒരു ഡാറ്റ ബസ് എയിലേക്കും ഒരു ഡാറ്റ ബസ് ബിയിലേക്കും കൊടുത്ത് ഫൈനൽ ഡാറ്റ നമുക്ക് ബസ് സിയിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് R=B എന്നുള്ളൊരു ഓപ്പറേഷൻ ഉണ്ട്. അതായത് B രജിസ്റ്ററിനെ നമുക്ക് ലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫെച്ചിങ് സ്റ്റേജ് ഇതോടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡീകോഡിങ് സ്റ്റേജ് ചെയ്യണം. അപ്പോൾ ഡീകോഡിങ് സ്റ്റേജ് ചെയ്യാൻ കാരണമാവുക നമ്മൾ Aയും Bയും ലോഡ് ചെയ്തു, ഡീകോഡ് ചെയ്യാൻ നമ്മൾ IR ഇന്ന് പെർഫോം ചെയ്യും. അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഇന്ന് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഡീകോഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റയെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുത്തു. ഇനി ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം R4 ഔട്ട് A, R5 ഔട്ട് B, സെലക്ട് A, ആഡ് R6 ഇന്ന് എൻഡ്. അപ്പോൾ എന്താണ് R4 ഔട്ട് A എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മളിപ്പോൾ നോർമലി R4 എന്നുള്ള രജിസ്റ്ററിലാണ് നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, R4 അല്ലേ? അപ്പോൾ ഈ R4 എന്നുള്ള രജിസ്റ്ററിനെ നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷനായിട്ട് സ്റ്റോർ ചെയ്തു. അതിന് നമുക്ക് ഔട്ടായിട്ട് എടുക്കണം. അതിന് നമുക്ക് A രജിസ്റ്ററിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ R4 ആണല്ലോ നമ്മളിത്. അപ്പോൾ R4നെ നമ്മൾ ആദ്യം A ബസ്സിലേക്ക് സെൻഡ് ചെയ്തു, ബസ് Aയിലേക്ക് സെൻഡ് ചെയ്തു.
ഇതുപോലെ തന്നെ R5 ഔട്ട് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി രജിസ്റ്റർ ഫയലുണ്ട്. ഈ രജിസ്റ്റർ ഫയലിൽ നമുക്ക് രണ്ട് രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കാം, എയിലേക്കും കൊടുക്കാം ബിയിലേക്കും കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ എന്ത് ചെയ്തു, R4 നമ്മൾ ഓൾറെഡി ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഈ R4നെ ഞാൻ എയിലേക്ക് കൊടുത്തു, R5നെ ഞാൻ എന്ത് ചെയ്തു, ബിയിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ എയിലേക്കും ബിയിലേക്കും കൊടുക്കാൻ ഈ രജിസ്റ്ററിനെ നമ്മൾ ഔട്ടായിട്ട് മെൻഷൻ ചെയ്യണം അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അപ്പോൾ എയും ബിയും നമ്മൾ കൊടുത്തു, ഇനി നമുക്ക് എ സെലക്ട് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ നമ്മളെ മൾട്ടിപ്ലക്സറിൻ്റെ ഈ പാർട്ടാണ് എ എന്ന് പറയുന്നത്. ഇതിനെ സെലക്ട് ചെയ്യണം. മക്സ് സെലക്ട് ഇൻപുട്ട് ഫ്രം എ സൈഡ് അല്ലേ. അതിനുശേഷമാണ് നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, എ ഫെച്ച് ചെയ്തു, ബി ഫെച്ച് ചെയ്തു, എ എൽ യു സെലക്ട് ചെയ്തു. എ എൽ യു സെലക്ട് ചെയ്ത് നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ ഞാൻ എ ആദ്യം സെലക്ട് ചെയ്തു അല്ലേ. അപ്പോൾ മക്സ് സെലക്ട് ദി ഇൻപുട്ട് സൈഡ് ഫ്രം എ, പെർഫോം ദി അഡീഷൻ ഓഫ് എ എൽ യു. അപ്പോൾ എ എൽ യു എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ R4 ഡാറ്റയാണ് എയിലുള്ളത്, R5 ഡാറ്റയാണ് ബിയിലുള്ളത്. ഇത് രണ്ടിനും കൂടി ഫെച്ച് ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യും. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് അഡീഷണൽ ശരിക്കും പെർഫോം ചെയ്യുക. R4ഉം R5ഉം നമ്മൾ ആഡ് ചെയ്യും. ഫൈനലി ആ റിസൾട്ടിന് എനിക്ക് R6 സ്റ്റോർ ചെയ്യണം അല്ലേ. സോ അതിന് ഞാൻ R6 എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യും. R6 ഈ രജിസ്റ്റർ ഫയലിൽ ഇന്നായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ദ റിസൾട്ട് ഇൻ ടു R6 ആൻഡ് മാർക്ക് ദി എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഇതോടെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടി. ഇതിനുശേഷം നമ്മൾ എൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നതാണ്, എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, പ്രോഗ്രാം കൗണ്ടറിനെ ഔട്ട് ചെയ്തു, ബി രജിസ്റ്ററിനെ ലോഡ് ചെയ്തു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിനെ കൊടുത്തു, റീഡ് ചെയ്തു, പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തു, വെയിറ്റ് സൈക്കിൾ പെർഫോം ചെയ്തു അല്ലേ. പിന്നെ എന്ത് ചെയ്തു, മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ റീഡ് ചെയ്തു, പിന്നെ അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ R4 കൊടുത്ത ഡാറ്റയെ എയിലേക്ക് കൊടുത്തു, R5 കൊടുത്ത ഡാറ്റയെ ബിയിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ മക്സ് സെലക്ട് ചെയ്തിട്ട് അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. നമുക്കൊരു റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് നമ്മൾ R6 സ്റ്റോർ ചെയ്തു. അതോടെ നമ്മൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എൻഡ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫ്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ഓരോന്നിൻ്റെയും പാർട്ട് 1 by 1 ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് സിംഗിൾ ബസ് ഓർഗനൈസേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് തോന്നാം. കാരണം ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാം. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ സിംഗിൾ ബസ് ഓർഗനൈസേഷനും മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെയും ഒരു ബേസിക് ഡിഫറൻസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടേബിളാണ്. ഈ ടേബിൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബസ്സസ് ആണ്. എത്ര ബസ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, സിംഗിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓൺലി വൺ ബസ് ഷെയർഡ് ഫോർ ഡാറ്റ അഡ്രസ് കൺട്രോൾ. ഒരൊറ്റ ബസ്സേ നമ്മളൊരു സിംഗിൾ ബസ് എവിടെ യൂസ് ചെയ്യുന്നുള്ളൂ, സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബസ്സസ് നമ്മൾ യൂസ് ചെയ്യും. ABC ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രൈമറി ഡിഫറൻസ് പറയുന്നത്. സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ സിംഗിൾ ബസ്, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ 3 ബസ് അല്ലേ. ഇനി ഡാറ്റ ഫ്ലോ വെച്ച് പറയുകയാണെങ്കിൽ സീക്വൻഷ്യലാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അറ്റ് എ ടൈം, 1 ട്രാൻസ്ഫർ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പാരലൽ ഡാറ്റ ട്രാൻസ്ഫേഴ്സ് പോസിബിൾ ആണ്. അതായത് ഒന്നിലധികം ഡാറ്റ ട്രാൻസ്ഫേഴ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് അടുത്ത ഡിഫറൻസ് പറയാൻ പറ്റുക ഇതിൻ്റെ സ്പീഡാണ്. നമുക്ക് അറിയാം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതുകൊണ്ട് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ ഇത് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ സ്ലോവറാണ്, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ഫാസ്റ്ററാണ്. അതിനുള്ള കാരണം സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ് അല്ലേ. ഇനി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂഷൻ ടൈം എന്നുള്ളത് ലോങ്ങർ ടൈം എടുക്കും, അല്ലെങ്കിൽ മോർ ക്ലോക്ക് സൈക്കിൾസ് എടുക്കുകയാണെങ്കിൽ ഇത് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈമാണ് എടുക്കുന്നതെങ്കിൽ അത് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഇനി ഇതിൻ്റെ ഡിസൈൻ സിംപ്ലിസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്രത്തോളം സിമ്പിളാണ്. നോർമലി സിംഗിൾ ബസ് ഓർഗനൈസേഷൻ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. സോ സിമ്പിൾ ആൻഡ് ഈസി ടു ഡിസൈൻ ആണ്. പക്ഷേ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കോംപ്ലക്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ബസ്സസ് ആൻഡ് കൺട്രോൾ ലോജിക്. നമ്മൾ മൾട്ടിപ്പിൾ ബസ്സസും കൺട്രോൾ ലോജിക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ കോംപ്ലക്സ് ആയിരിക്കും മൾട്ടി ബസ് ഓർഗനൈസേഷൻ. ഇനി നമുക്ക് അടുത്ത ഫീച്ചറായിട്ട് പറയാൻ പറ്റുക
രജിസ്റ്റേഴ്സ് ആൻഡ് ALU ആണ്. രജിസ്റ്റേഴ്സും ALUവും നമുക്ക് കനോട്ട് യൂസ് ഇൻ പാരലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ ഇത് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ആക്സസ് ഓപ്പറൻഡ് ആൻഡ് റൈറ്റ് റിസൾട്ട് സൈമിൾട്ടേനിയസ്ലി. ഇതെല്ലാം നമുക്ക് അറ്റ് എ ടൈം പാരലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ്റെ സ്പെഷ്യാലിറ്റി. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ALU ആക്സസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ALU ആക്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. കാരണം 1 ഓപ്പറൻഡ് അറ്റ് എ ടൈം ആയതുകൊണ്ട് തന്നെ ALU എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ മൾട്ടിപ്പിൾ ഓപ്പറൻഡ് ആക്സസ് വയ സെപ്പറേറ്റ് ബസ്സസ്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തേ. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ബസ്സസിൻ്റെ എണ്ണം. ഒരേ ഒരു ബസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, ഒന്നിലധികം ബസ്സസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ഫ്ലോ ആണെങ്കിൽ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. സ്ലോവർ ആണെങ്കിൽ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, ഫാസ്റ്റർ ആണെങ്കിൽ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ലോങ്ങർ ടൈം എക്സിക്യൂഷൻ ആണെങ്കിൽ അത് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, മൾട്ടി ബസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ടൈം ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. സിമ്പിൾ ആൻഡ് ഈസി ടു ഡിസൈൻ ആണെങ്കിൽ അത് സിംഗിൾ, കോംപ്ലക്സ് ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ. പാരലലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലിമിറ്റഡ് ALU ആക്സസ് ആണെങ്കിൽ അത് സിംഗിൾ ബസ്. പാരലലി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്പറൻറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മൾട്ടി ബസ്. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ എന്ന ടോപ്പിക്കായിരുന്നു പെൻഡിങ് ആയിട്ടിട്ടുണ്ടായിരുന്നത്. ആ പെൻഡിങ് ടോപ്പിക്ക് രണ്ടും ഞാൻ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സാമ്പിൾ അടക്കം പറഞ്ഞു. എല്ലാവർക്കും ഈ ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യുക. അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.